പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിൽ ഉണ്ടായ അതിക്രൂരമായ ബോംബാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി. ആരാധനാലയത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തെ പ്രാകൃതം എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും റഷ്യൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു. ഭീകരതയുടെ വിപത്തിനെ തുടച്ചു നീക്കാൻ റഷ്യ പാകിസ്ഥാനൊപ്പം നിലകൊള്ളുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർക്ക് അയച്ച പ്രത്യേക സന്ദേശങ്ങളിലാണ് പുടിൻ തന്റെ അനുശോചനം അറിയിച്ചത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ റഷ്യൻ ജനത പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഭീകരവാദത്തിന്റെ ക്രൂരമായ മുഖമാണ് ഈ ആക്രമണത്തിലൂടെ വെളിവാക്കപ്പെട്ടതെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. ഒരു മതചടങ്ങിനിടെ നിഷ്കളങ്കരായ ആളുകളെ കൊലപ്പെടുത്തുന്നത് അങ്ങേയറ്റം ഭീരുത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന്റെ ഇരകളോടും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തോടുമുള്ള പൂർണ്ണമായ ഐക്യദാർഢ്യം റഷ്യ പ്രകടിപ്പിച്ചു. സമാധാനപൂർണമായ അന്തരീക്ഷം തകർക്കാനുള്ള ഭീകരരുടെ നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് തന്റെ ആത്മാർത്ഥമായ അനുതാപം അറിയിച്ച പുടിൻ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. ഈ ദുഷ്കരമായ ഘട്ടത്തിൽ പാകിസ്ഥാന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ റഷ്യ തയ്യാറാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിലും രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പാകിസ്ഥാനുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായമാണിത്. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും സുരക്ഷാ സേനകൾക്ക് പരിശീലനം നൽകുന്നതിലും റഷ്യയുടെ സഹായം പാകിസ്ഥാന് വലിയ കരുത്താകും. മേഖലയിൽ ഈ സമാധാനം ഉറപ്പാക്കാൻ ഇത്തരം സഹകരണങ്ങൾ അത്യാവശ്യമാണെന്ന് പുടിൻ വിശ്വസിക്കുന്നു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഈ നിർണായക നീക്കം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര കരാറുകളിൽ ധാരണയിൽ എത്തിയതിന് തൊട്ട് പിന്നാലെയാണിത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതായി അമേരിക്കൻ ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് മാറ്റം റഷ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും നയതന്ത്രപരമായും തിരിച്ചടിയാണ്. കാലങ്ങളായി റഷ്യയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്ന ഇന്ത്യ-US ബന്ധത്തിന് കൂടുതൽ മുൻഗണന നൽകുന്നതിൽ ക്രെംലിന് അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നത്. റഷ്യൻ എണ്ണ വിപണിയിൽ ഇന്ത്യ വിട്ടുനിൽക്കുമ്പോൾ പുതിയ പങ്കാളികളെ കണ്ടെത്തുക എന്നത് പുടിന്റെ ആവശ്യമാണ്. പാകിസ്ഥാൻ റഷ്യൻ ഊർജ്ജ വിപണിയിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഇതിന്റെ സൂചനയാണ്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നതിലുപരി മേഖലയിൽ പുതിയൊരു സഖ്യത്തിന് റഷ്യ അടിത്തറ പാകുകയാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാൻ റഷ്യ ബന്ധം ഊഷ്മളമാകുന്നത് ദക്ഷിണേഷ്യയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാകിസ്ഥാനെ നിരന്തരം വേട്ടയാടുകയാണ്. റഷ്യയെ പോലൊരു വൻ ശക്തിയുടെ പിന്തുണ ലഭിക്കുന്നത് ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ആശ്വാസകരമാണ്. ഇസ്ലാമാബാദിലെ പള്ളിയിലുണ്ടായ സ്ഫോടനം പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളെ വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ പുടിൻ നൽകിയ പിന്തുണ പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും. റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം പാകിസ്ഥാൻ ഭരണകൂടം നന്ദിയോടെയാണ് സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. ഭീകരവാദത്തിനെതിരായ റഷ്യയുടെ കർക്കശമായ നിലപാട് ആഗോളതലത്തിൽ പ്രസിദ്ധമാണ്. ചൈനയിലും സിറിയയിലും റഷ്യ നടത്തിയ ഇടപെടലുകൾ പാകിസ്ഥാനുമായുള്ള ചർച്ചകളിൽ വിഷയമായേക്കാം. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന റഷ്യ ഏഷ്യൻ രാജ്യങ്ങളെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ഈ സൗഹൃദം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സയും പാകിസ്ഥാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. പുടിന്റെ അനുശോചനം പാകിസ്ഥാനിലെ ഷിയ സമൂഹത്തോടുള്ള ആദരവായും കണക്കാക്കപ്പെടുന്നു. സംഭവത്തിന് പിന്നാലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ തീവ്രമായ അന്വേഷണം നടന്നുവരികയാണ്. റഷ്യയുടെ സാങ്കേതിക സഹായം കൂടിയ അന്വേഷണ സംഘത്തിന് ലഭ്യമായാൽ കുറ്റവാളികളെ വേഗത്തിൽ കണ്ടെത്താനാകും.